രക്ഷാബന്ധനം 26/6/25 നമുക്കെല്ലാം അയച്ചതാണ്. നോക്കി എത്ര നേരത്തെയാണ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതെന്ന് നോക്കണേ. രക്ഷാബന്ധനം ഒരു പാവനമായ ഉത്സവമാണ്. അതിന് മധുബനിന്ന് എല്ലാവർക്കും ഹാർദികമായ ശുഭ ആശംസകൾ. വിശ്വരക്ഷകനായ പ്രാണന് തുല്യം സ്നേഹിയായ അവ്യക്ത ബാബ് ദാദയുടെ വളരെ ഓമന മക്കളും സദാ സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃഢതയെ ഓരോ സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും കൊണ്ടുവരുന്ന ദൃഢത, ഇത് മൂന്നിലും കൊണ്ടുവരുന്ന ബാബയ്ക്ക് സമീപവും സമാനവുമായ എല്ലാ നിമിത്ത ടീച്ചേഴ്സ് സഹോദരികളെ, ദേശവിദേശത്തിലുള്ള എല്ലാ ബ്രാഹ്മണ കുലഭൂഷണ ബാബയുടെ കൺമണികളെ, രക്ഷാബന്ധനത്തിന്റെ പാവനമായ ഉത്സവത്തിന് ധാരാളം ശുഭ ആശംസകളുടെ ഒപ്പം ഈശ്വരീയ സ്നേഹസമ്പന്ന മധുരമായ ഓർമ്മ സ്വീകരിച്ചാലും. എന്താന്ന് വെച്ചാൽ വാർത്ത बात समाचार संगम युग पर यह राखी का कैसा न्यारा और प्यारा बंधन है. സംഗമയുഗം രാഖിയുടെ വ്യത്യസ്തമായ വളരെ സ്നേഹിയായ ബന്ധനമാണ് ഈ രക്ഷാബന്ധനം. जो अनेक अनेक बंधनों से आत्मा को स्वतंत्र बना देते हैं. ഈ രക്ഷാബന്ധനം എന്താ ചെയ്യുന്നത്? അനേകം അനേകം ബന്ധനങ്ങളിൽ നിന്നും ആത്മാക്കളെ സ്വതന്ത്രമാക്കുകയാണ്. ബന്ധനമല്ലേ അല്ലേ? കർമ്മബന്ധനത്തിൽ കുടുങ്ങി കിടക്കുമല്ലേ ഓരോരുത്തരും. ഈ രക്ഷാബന്ധനം നമ്മളിത് നല്ല സ്വതന്ത്രമാക്കും. मीठा बाबा कहे बच्चे अब समय की समीपता प्रमाण स्वयं को हद के बंधनों से मुक्त कर. മധുരമായ ബാബ പറയുന്നതും ഇത് തന്നെയാണ്. മക്കളെ, ഇപ്പോൾ സമയം സമീപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സ്വയം കോ ഹദ് കെ ബന്ധനോ സെ മുക്ത് കർ, സ്വയത്തെ പരിമിതിക്കുള്ളിലുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കൂ. ബ്രഹ്മ ബാബ് സമാൻ സമ്പന്ന ഓർ സമ്പൂർണ്ണ ബനും. ബ്രഹ്മ ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമാകാൻ പരിമിതിക്കുള്ളിലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ വിടുപെടണം, ഫ്രീ ആകണം ബന്ധനങ്ങളിൽ നിന്ന്. जब चाहे देह का आधार लो और जब चाहे अशരീരി बन जाओ. ആവശ്യമുള്ളപ്പോ ദേഹത്തിൽ വരണം, കാര്യം കഴിഞ്ഞ ഉടനെ ദേഹത്തിൽ നിന്നും വിടുപെടണം, ആത്മസ്ഥിതിയിൽ ഇരിക്കണം. അപ്പൊ പുരാണ സ്വഭാവ സംസ്കാർ സെ മുക്ത്. ഇനിയിപ്പോ ഏതെന്ന മുക്തമാകേണ്ടത്? പഴയ സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും മുക്തമാകണം. ദേഹധാരി ആത്മാവൊക്കെ സംബന്ധ സമ്പർക്കമേ ആത്തെ. ദേഹം ധരിച്ചവരുമായിട്ട് സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ ന്യാരേ ഓർ പ്യാരേ ബനും. സ്നേഹിയായിരിക്കണം, പക്ഷെ അതേപോലെ എന്തായിരിക്കണം? നിർമോഹിയുമായിരിക്കണം. എത്ര സ്നേഹിയാകുന്നോ അത്രയും നിർമോഹിയാകണം. ലോകത്തിൽ സ്നേഹം കൂടുന്തോറും മോഹമാ, സ്നേഹം മോഹമായിട്ട് മാറും, സ്നേഹം മോഹമായിട്ട് മാറും. പിന്നെ നമുക്ക് അവരില്ലാതെ പറ്റത്തില്ലെന്നാകും. ആദ്യം കാണണം എന്നായിരിക്കും ആഗ്രഹം, പിന്നെ സംസാരിക്കണം എന്നാഗ്രഹമാകും, പിന്നെ സദാ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹം, പിന്നെ എന്നെ വിട്ടു പോവരുതെന്നാകും. ബാബ പറയുന്നത് എത്ര നിങ്ങൾ സ്നേഹിയാകുന്ന അത്രയും നമ്മള് നിർമോഹിയാകണം. അതൊരു വലിയൊരു കലയാണ് സ്നേഹി നിർമോഹി എന്നത്. ചെക്ക് കറോ कोई भी कर्मेंद्रिय आत्मा को अपने बंधन में तो नहीं बांधती है. പരിശോധിക്കണം, ഏതെങ്കിലും കർമ്മേന്ദ്രിയം ആത്മാവിനെ ബന്ധനത്തിൽ ബന്ധിപ്പിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ടോ? മനസ്സിൽ കുറെ ഇച്ഛകള്, ആഗ്രഹങ്ങള്, താല്പര്യങ്ങള്, ഇതെല്ലാം എന്താകും? നമ്മളെ അതിലേക്ക് വലിക്കും. जब चाहे जहां चाहे वहां मन को सेकंड में एकाग्र कर सकते हैं. എപ്പ വേണോ എവിടെ വേണോ മനസ്സിനെ സെക്കൻഡിൽ ഏകാഗ്രമാക്കാൻ സാധിക്കുമോ? പറ്റോ? അതോ അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കുവോ? ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുമോ? വിഷയങ്ങൾക്കെല്ലാം ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുമോ? ഒരേ ഒരു പരമാത്മാവിലേക്ക് ഫ്രീ ആകണം മൈൻഡിനെ. എന്ത് നമ്മുടെ കയ്യിലില്ല അത് അവിടെ ഏൽപ്പിക്കണം. ഏൽപ്പിച്ച് നമ്മുടെ ബുദ്ധി മനസ്സും ഫ്രീ ആകണം. ഇതൊക്കെ നമ്മളോട് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മള്
ഒരു വ്യക്തിയെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു താളിനെ വിശ്വസിച്ച് വീടൊക്കെ പൂട്ടിയിട്ടിട്ട് വരുന്നു. പക്ഷെ ഭഗവാനെ വിശ്വസിച്ചിട്ട് എന്താ ഒന്നും ഏൽപ്പിക്കാൻ പറ്റാത്തത്? അത്രയും നിശ്ചയമില്ല. അതാണ്. ഇനി അപ്പൊ നിശ്ചയത്തിനെ ഡെവലപ്പ് ചെയ്യണം നമ്മൾ. क्योंकि वर्तमान समय सभी आत्माएं बिना मेहनत के वरदान द्वारा दृष्टि और വൈബ്രേഷൻ द्वारा, കാരണം വർത്തമാന സമയം അതുപോലത്തെ സമയമാണ്. പരിശ്രമിക്കാതെ വരദാനത്തിലൂടെ, ദൃഷ്ടിയിലൂടെ, വൈബ്രേഷനിലൂടെ മുക്ത ഹോന ചാഹത്തി ഹേ, എല്ലാത്തിനും വിടുപെടാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിലുള്ളവര്. ഒരു ദൃഷ്ടി കിട്ടിയാൽ മതി, അവരുടെ ഒരു വാക്ക് കേട്ടാ മതി, അവിടെ ഒന്ന് എത്തിയാ മതി, അവരിങ്ങോട്ട് വന്നാ മതി, ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അവര്. കഷ്ടപ്പെടാൻ വയ്യ. എല്ലാവരും ഇത്രയും ജന്മം കഷ്ടപ്പെട്ടു. ദ്വാപര കലിയുഗം തൊട്ട് നമ്മളിങ്ങനെ ശരീരം കൊണ്ട് കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ ആർക്കും മതിയായി. എല്ലാ ആത്മാക്കളും ക്ഷീണിതരായി, തിരിച്ചു വീട്ടിൽ പോകേണ്ട സമയമായി. അപ്പൊ ഇതൊന്നും ഇല്ലാതെ അവർക്കത് പ്രാപ്തി വേണം ആത്മാവിന്. മുക്ത ഹോന ചാഹത്തി ഹെ, മുക്തി ആഗ്രഹിക്കുകയാണ്. ഉൻകോ ഇസ് ശുഭ ഇച്ഛാക്കോ പൂർണ്ണ കർണേ കെ ലിയെ, അതൊരു ശുഭ ഇച്ഛയാണ്. മുക്തിയാകണം, മുക്തി വേണം. ആ ശുഭ ഇച്ഛകൾ പൂർത്തിയാക്കാൻ വേണ്ടി പെഹലെ ആപ് ബച്ചോക്കോ മേഘനത് സെ മുക്ത് ബന്നാ ഹെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പരിശ്രമത്തിൽ നിന്നും മുക്തരാകണം. കൊടുക്കേണ്ടത് നമ്മളല്ലേ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പരിശ്രമ മുക്തരാകണം. ഇസ്കെ ലിയെ ദിൽ സെ ഏക് ബാപ്പാക്കെ സ്നേഹമേ സദാ സമായേ രഹോ, അതിനെന്ത് ചെയ്യണം? നമ്മള് സ്നേഹത്തിൽ, പരമാത്മാ സ്നേഹത്തിൽ ലയിക്കണം. എങ്കിലേ നമുക്കതൊക്കെ കിട്ടുള്ളൂ. അപ്പോഴേ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. बाकी हम सबको तो प्यारे शिव भोलानाथ बाबा ने अपने रूहानी स्नेह के बंधन में बांध कर, ബാക്കി നമ്മളെല്ലാവരെയും പ്രിയങ്കരനായ ശിവൻ, നിഷ്കളങ്കനായ അച്ഛൻ തന്റെ ആത്മീയ സ്നേഹത്തിന്റെ ബന്ധനത്തിൽ നമ്മളെ ബന്ധിപ്പിച്ചു. സമ്പൂർണ്ണ പാവൻ ബന്നെ ഓർ ബനാനേക്ക് ദിവ്യ ശക്തിയാൻ ദീ ഹെ, എന്നിട്ട് നമ്മളെ സമ്പൂർണ്ണ പാവനമാക്കാനുള്ള ദിവ്യ ശക്തി തന്നു നമുക്ക്. അബി ഹമേ സർവ ഗുണോ സർവ കലാവോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സർവഗുണങ്ങള്, സർവകലകള്, സർവശക്തിയും സമ്പന്നവൻ, സർവശക്തികളാൽ സമ്പന്നമാകണം. കാരണം ഭഗവാൻ എപ്പോഴും തന്റെ ഭണ്ഡാരം തുറന്നു വെച്ചിട്ടുണ്ട്. എപ്പൊ നമ്മളെ സ്മരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ശക്തി കിട്ടും. നമ്മൾ സ്മരിച്ചാൽ മതി. നമുക്ക് ആ നമ്മുടെ മനസ്സും ബുദ്ധിയും അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ പോയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വേണ്ട ശക്തികള്, വേണ്ട ഗുണങ്ങള് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. अपने चलन और चेहरे द्वारा विश्व में बाप को प्रत्यक्ष करना है, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ചലനത്തിലൂടെ, നമ്മുടെ മുഖത്തിലൂടെ വിശ്വത്തിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം. നമ്മളാണ് ആര്? ഭഗവാന്റെ പ്രതിനിധികളാണ് നമ്മൾ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം. എങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുക? മുഖത്തിലൂടെയും ചലനത്തിലൂടെയും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളില് ഗുണങ്ങളും ശക്തികളും നിറയ്ക്കണം. ഗുണങ്ങളും ശക്തികളും നിറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്മൃതി ഉണ്ടാകണം. എപ്പോ വേണോ അപ്പൊ മുകളിലേക്ക് പോകണം, ശക്തി എടുക്കണം, ഗുണമെടുക്കണം, എന്നിട്ട് വരണം. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. बोलो इस रक्षाबंधन पर ऐसा ही शुभ संकल्प दृढ़ता से लेंगे ना. ഈ രക്ഷാബന്ധനം, ഈ വർഷത്തെ രക്ഷാബന്ധനത്തില് ഇതുപോലെ ശുഭസങ്കല്പം ദൃഢതയോടുകൂടി നിങ്ങൾ എടുക്കുമല്ലോ. ഇതോ പേടിയുണ്ടോ സങ്കല്പം എടുക്കാൻ, പ്രതിജ്ഞ എടുക്കാൻ? നല്ല ഇച്ഛകളാണിത്, നല്ല കാര്യമാണ്. അപ്പൊ പ്രതിജ്ഞ എടുക്കാം. तो आओ हम सब मिलकर संकल्प करें. അപ്പൊ വരൂ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി സങ്കല്പിക്കാം. നമ്മൾക്ക് രണ്ട് ഇൻസിഡന്റ് ആണ്, രണ്ട് സംഭവമാണ് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ കിട്ടുന്നത്. രണ്ട് ഉത്സവമാണ്. അതേതാ? ശിവരാത്രിയും രക്ഷാബന്ധനം. ശിവജയന്തി, രക്ഷാബന്ധനം, ഈ രണ്ടിനും നമ്മളോട് പ്രതിജ്ഞ എടുക്കാൻ പറയും. എന്താണെന്നറിയാമോ? ഒന്ന്, തന്റെ മനോഭാവത്തിലൂടെ, ദൃഷ്ടിയിലൂടെ, കർമ്മത്തിലൂടെ സമ്പൂർണ്ണ പാവനമായി വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തിൽ സഹയോഗിയാകും. എന്താ ചെയ്യേണ്ടത്? തന്റെ മനോഭാവം. അപ്പൊ മനോഭാവം, പിന്നെ തന്റെ ദൃഷ്ടി, പിന്നെ കൃതി.
മൂന്ന് കാര്യം ഓർത്തോണം. മനോഭാവം, ദൃഷ്ടി, കൃതി സമ്പൂർണ്ണ പാവനമാക്കും. വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തിൽ ഞാൻ സഹയോഗിയാകും. രണ്ടാമത്, സദാ നിർവിഘ്നരാകും, നിർവികൽപരാകും, നിർമാൻ और നിർമ്മൽ ബൻകർ रहेंगे. സദാ നിർവിഘ്നരാകും. വിഘ്നങ്ങള് ഞാനും ഇടില്ല. ആരെങ്കിലും വിഘ്നം ഇടുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇല്ലാതെയാക്കാനുള്ള സഹയോഗം കൊടുക്കും. അതൊന്ന്. പിന്നെ നിർവികൽപ്പം. നിർവികൽപ്പം എന്ന് വെച്ചാല് വേസ്റ്റ് ചിന്തകള്, വ്യർത്ഥ ചിന്തകൾ ഇല്ലാതെ ആക്കുക. നിർമാൻ വെച്ചാല് വിനയഭാവം. പിന്നെ നിർമ്മൽ, നിർമ്മലരായിട്ടിരിക്കും. നിർമ്മല എന്ന് വെച്ചാൽ എന്താണ്? നിർമ്മൽ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിനെ നമ്മൾ സോഫ്റ്റ് ആക്കുക. കടുത്ത സ്വഭാവം ഇല്ലാതെ നമ്മളെ മനസ്സിനെ നല്ല സ്മൂത്ത് ആയിട്ട് മനസ്സിനെ കൊണ്ടുപോകണം, നമ്മളോടും മറ്റുള്ളവരോടും. ഇതാണ് രണ്ടാമത്തെ. നിർവിഘ്നരാകും, നിർവികൽപരാകും, വിനയരാകും, നിർമ്മലമാകും. മൂന്നാമത്, मन बुद्धि को एकाग्र कर सेकंड में अशरीरी बनने का अभ्यास करेंगे. മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കും. എന്നിട്ട് സെക്കൻഡിൽ അശരീരിയാകുന്ന അഭ്യാസം ചെയ്യും. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന അഭ്യാസം ചെയ്യും സെക്കൻഡിൽ. किसी भी देहधारी आत्मा के संबंध संपर्क में आते आकर्षित नहीं होंगे. നാലാമത്, ഏത് ദേഹധാരി ആത്മാവിന്റെ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും ഞാൻ അവരിലൊന്നും ആകർഷിതമാകില്ല. ദേഹധാരികളുടെ സംബന്ധത്തിൽ വരുമ്പോഴേ ചിലപ്പോൾ അവരുടെ കഴിവ് കാണാം, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് കാണാം, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം കാണാം, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ കാണാം, അല്ലെങ്കിൽ അവരുടെ ഗുണങ്ങൾ കാണാം, അവരുടെ സ്വഭാവങ്ങൾ കാണാം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വിശേഷത കാണുമ്പോൾ നാം അവരിൽ ആകർഷിതരാകരുത്. കാരണം എപ്പോഴും ഒരു പാട്ട് ഓർക്കണം. ഏത് പാട്ടാ? ജിസ്കി രചന ഇത്തിനി സുന്ദർ ഓ കിത്തന സുന്ദർ ഹോഗ. അപ്പൊ നമ്മൾ ഏതിലെങ്കിലും ഒന്നിലൊരു വ്യക്തിയിൽ ആകർഷിതരാകുന്നു എങ്കിൽ ഉടനെ ചിന്തിക്കണം, ഇവരിൽ ഇത്ര ഗുണം ഉണ്ടെങ്കിൽ ഇവർക്ക് ആ ഗുണം കൊടുത്തത് ആരാ? ഭഗവാൻ, ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരന് എന്തുമാത്രം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? ഇവർക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെങ്കില് ആ സൗന്ദര്യം കൊടുത്ത ഭഗവാൻ എത്ര സൗന്ദര്യം ഉണ്ടായിരിക്കും? അപ്പൊ എന്താവരുത് നമ്മള്? പരിമിതിക്കുള്ളിലുള്ള ഒന്നിലും നാം ആകർഷിതരാകരുത്. കാരണം ഇതെല്ലാം ലിമിറ്റഡ് ആണ്. ഇതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് എന്താവരുത്? ഏത് ദേഹധാരി ആത്മാവിന്റെ സംബന്ധ സമ്പർക്കത്തിൽ വന്നാലും ആകർഷിതരാകില്ല. കാരണം ആത്മാവിന് ഏത് സമയത്ത് ഏത് ആത്മാവായിട്ട് കർമ്മക്കണക്കുണ്ടെന്നറിയില്ല. കർമ്മക്കണക്കനുസരിച്ച് എന്താകും? അവിടേക്ക് മനസ്സ് പോയിപ്പെടും. അതിന് പ്രായമൊന്നുമില്ല. പ്രായമൊന്നും കണക്കല്ലാതെ ഇനി ഈ വയസ്സാം കാലത്താണോ ഇനി എവിടെയെങ്കിലും പോയി ആകർഷിതരാകുന്നതെന്ന്? കണക്ക് എപ്പോ വേണേലും മരിക്കാൻ കിടക്കുമ്പോഴും വരാം കണക്ക്. എനിക്ക് അവരെ കാണണം, ഇവരെ കാണണം, ആ ഒരു ആഗ്രഹമായിട്ട് പോകും. അതും ഒരു തരത്തിലുള്ള ആകർഷണമല്ലേ? അപ്പൊ ഈശ്വരന്റെ സ്മൃതി അവിടെ ഇല്ലാതെയായി പോയി. അവിടെ ആത്മാവ് അവരെ ഓർത്താ പോയത്. പറഞ്ഞില്ലേ ഒരു ഭായി ഒരു വീട്, ഇത് സത്യമായ സംഭവം നടന്നത് സിസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ഭായി എപ്പോഴും സെന്ററിലെ കാര്യത്തിന് സമർപ്പണമാണ്. ഇപ്പൊ കെട്ടിടം പണി നടക്കുവാണ്, എല്ലാ കാര്യത്തിനും ആ ഭായി ഓടിയും ചാടിയും നടക്കുവാണ്. നമ്മളെല്ലാരും ഈശ്വരനെ ഓർമ്മിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഓർമ്മിക്കാനോ വേറെ ആരെങ്കിലും ഓർമ്മിക്കാനല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം ഭഗവാനെ ഓർമ്മിക്കുക എന്നതാണ്. ആ കുട്ടിയെ മധുബനി പോകേണ്ട സമയമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു. സന്ധ്യയായി. ഇപ്പൊ വീട് പണി നടക്കുന്നു. ഇരുട്ടത്ത് മേളി കേറി. അത്രയ്ക്ക് ഇരുട്ടായില്ല, പക്ഷെ എന്നാലും തപ്പി കേറിയിട്ട് പിന്നെ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തോണ്ട് വരുമ്പം വീണു. അപ്പൊ ദീദി ദീദി എന്ന് വിളിച്ചിട്ടാ ശരീരം വിട്ടത്. ആത്മാവ് പോകുമ്പോ ആരെ വിളിച്ച്? ദീദിയെ വിളിച്ച്. ബാബ പറഞ്ഞു, ദീദിയെ വിളിച്ചിട്ടല്ലേ പോയതിന്. ആ ദീദി വേണം നിനക്ക് മുക്തി തരാൻ. ഞാൻ മുക്തി തരാൻ പറ്റില്ല. കാരണം എന്നെ അല്ല നീ വിളിച്ചത് ആ ദീദിയാണ് വിളിച്ചത്. ആ ദീദി വേണം നിനക്ക് മുക്തി തരാൻ. ഇപ്പൊ എന്ത് ചെയ്യൂ? നീ ആ ദീദി നീ യോഗ ചെയ്തിരുന്നിട്ട്
മുക്തി കൊടുക്കാനായിട്ട്. ആ ആത്മാവിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ആകർഷിതരാകരുത്. പരമാത്മാ സ്നേഹദ്വാര മെഹനത്ത് മുക്ത് ബനോ ഓർ സബ്കോ ബനായെങ്കിൽ. പരമാത്മാവിന്റെ സ്നേഹത്തിലൂടെ നമ്മൾ പരിശ്രമ മുക്തരാകണം. സ്നേഹം ഉണ്ടെങ്കിൽ പരിശ്രമമില്ല നമുക്കവിടെ. പിന്നെന്താകണം? എല്ലാവരെയും മുക്തമാക്കണം. ആരെയും നമ്മിൽ കൊടുക്കരുത്. എല്ലാരെയും എവിടേക്കാണ് തിരിപ്പിക്കേണ്ടത്? നമ്മള് ഭഗവാനിലേക്കാണ് തിരിപ്പിക്കേണ്ടത്. എല്ലാവരെയും ഭഗവാനിലേക്ക് തിരിപ്പിക്കണം നമ്മള്. അങ്ങനെ നമ്മൾ മുക്തരാകണം, മറ്റുള്ളവരെയും ആക്കണം. ഇസി ലക്ഷ്യ और शुभ संकल्प के साथ ഈ ലക്ഷ്യം ശുഭസങ്കല്പത്തിന്റെ ഒപ്പം ആജ് ആപ് സബ്കെ പാസ് മധുബൻ ബേഹദ് ഘർ സെ എന്ന് നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി മധുബൻ വിശാലമായ വീട്ടിൽ നിന്നും ബഹു സുന്ദർ സ്നേഹ ബറി രാഖി ബേജ്, വളരെ സുന്ദരമായ സ്നേഹം നിറച്ചു വന്നിരിക്കുകയാണ് ഈ രാഖിയില്. സ്നേഹം നിറഞ്ഞ രാഖിയാണ് അയക്കുന്നത്. ഹമാരി നിമിത്ത ബഹനെ അപ്നെ അപ്നെ ക്ലാസസ് മേ രാഖി ദിക്ലാത്തെ ഹുയേ. നിമിത്ത സഹോദരികളെ, നിങ്ങൾ നടത്തുന്ന ക്ലാസ്സുകളിൽ ഈ രാഖി കാണിക്കണം. ഹർ ഏക്കോ ബാബയ്ക്ക് യാദ് കി രാഖി ബാന്ദ് കർ, ബാബയുടെ രാഖി ഓരോരുത്തരുടെ കൈത്തണ്ടയിലും അണിയണം. സബ്കാ മുഖ് മീഠാ കറാനാജ്, എല്ലാവരുടെ വായും മധുരിപ്പിക്കണം. രാഖി കെട്ടുമ്പോ നമുക്ക് എന്തൊക്കെ തരും? രാഖി കൈ കെട്ടും, പിന്നെ വരദാനം തരും, പിന്നെ തോളി തരും. ഇത്രേ ഉള്ളൂ. പിന്നെ ദൃഷ്ടി തരും, പിന്നെ ഒരെണ്ണം വിട്ടുപോയി, തിലകം തൊടും. ആത്മതിലകം തൊടും, രാഖി അണിയിക്കും. സ്നേഹം നിറഞ്ഞ രാഖി ഭഗവാന്റെ പ്രതിനിധിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ എപ്പോഴും ബന്ധനസ്ഥനാണ് എന്ന രാഖി അണിയിക്കും. പിന്നെ നമുക്ക് വരദാനം തരും, പിന്നെ നമുക്ക് മധുരവും തരും. എല്ലാവരുടെ വായും മധുരിപ്പിക്കും. രാഖി ബാന്ധവാത്തെ സമയ ഹർ ഏക് ഹി സംജെ. രാഖി അണിയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതാണ്. पावन राखी हमें पर्सनल बाप दादा और अव्यक्त स्वरूप दादियों की ओर से आई है. ഈ രാഖി എനിക്ക് ബാബയിൽ നിന്നും പേഴ്സണലായിട്ട് അയച്ചിരിക്കുകയാണ്. പിന്നെ ദാദിമാര് അവ്യക്തമായി ദാദിമാരും കൂടിയാണ് ഈ രാഖി എനിക്ക് അയച്ചിരിക്കുന്നത് എന്ന ആ സ്മൃതിയിൽ രാഖി അണിയിക്കണം. രാഖി അണിയിക്കുമ്പോ നമ്മുടെ കയ്യിൽ ആര് രാഖി അണിയിക്കുന്നു അവർക്ക് അവരുടെ ആത്മാവിനെ നോക്കണം. ബൃഗടി മധ്യത്തിൽ നോക്കി രാഖി അണിഞ്ഞ് നമുക്ക് വേണ്ട വരദാനമായിരിക്കും അതിൽ തരിക. ആ വരദാനത്തില് നമ്മുടെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ പെർസെന്റേജിലായിരിക്കും ഉണ്ടാകുക. ആ ഗുണം നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ആ ഗുണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണം. അങ്ങനെ എല്ലാവരും ഗുണസമ്പന്നരാകുമ്പോൾ ദൂരത്തിലല്ല പുതിയ ലോകം വരിക എന്നത്. ഇതേ ലോകം എന്താകും? പുതിയതായിട്ട് മാറും. എല്ലാം പുതിയതായി മാറും. പുതിയതാകുമ്പം അവിടെ നമുക്ക് എല്ലാവർക്കും ലോകത്തിൽ എന്ത് ദുഃഖിതരാണ് ഓരോ ആത്മാക്കളും. നോക്കണേ, രോഗം കാരണം, പ്രകൃതിക്ഷോഭം കാരണം, പഞ്ചപട്ടിണി കാരണം എത്ര ദുഃഖിതരാണ് ഓരോരുത്തരും ലോകത്തില്. അവർക്കെല്ലാം സുഖം ശാന്തി കൊടുക്കണ്ടേ? അപ്പൊ ഇതേ ലോകം എന്താകും? നമ്മളൊക്കെ മാറുമ്പം നമ്മുടെ വൈബ്രേഷൻ ഈ ലോകത്തിനെ തന്നെ മാറ്റിയെടുക്കും. ആ ലോകത്തിനെ മാറ്റാനാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പരിവർത്തനത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം മാറിക്കിട്ടും. അച്ഛാ സർവക്കോ മധുർ യാദ്, എല്ലാവർക്കും മധുരമായ ഓർമ്മകൾ. ബാബ്ദാദ വസബി നിമിത്ത ദാദിയോ കെ സാത്ത്, ബാബ്ദാദയുണ്ട്, എല്ലാ നിമിത്ത ദാദിമാരും ഉണ്ട്. എല്ലാവരുടെയും ശുഭഭാവന ശുഭകാമന നമുക്ക് എല്ലാവർക്കും ആശീർവാദമായിട്ട് തരികയാണ്. ഇതാണ് നമുക്ക് രക്ഷാബന്ധനത്തിന്റെ സന്ദേശം ബാബ അയച്ചിരിക്കുന്നത്. എല്ലാരും സ്വീകരിച്ചോ? ഈ പ്രതിജ്ഞ മലയാളത്തിലുള്ളത് അയച്ചു തരാം. നേരത്തെ ഞാൻ അയച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ കൂടെ അയക്കാം. എല്ലാവരും നോട്ടിൽ എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോ നമ്മൾ മറക്കില്ല.
ओम शांति। आप सभी अपने ब्राह्मण जीवन में खुश हैं? हाँ, खुश हैं। हाँ, वेरी वेरी इम्पोर्टेंट। നിങ്ങളെല്ലാവരും ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഈശ്വരന്റെ കുട്ടിയായിട്ട് ജീവിക്കുന്നില്ലേ? ഈ ജീവിതത്തിൽ സന്തോഷമാണോ എന്ന്, അത് വളരെ വളരെ പ്രാധാന്യമാണ്. പുറകിലുള്ളവരാരും പറഞ്ഞില്ല സന്തോഷമാണോ എന്ന്. ഞാനും കിട്ടിയ ശേഷം സന്തോഷമാണോ? കൈപൊക്കിക്കേ, സന്തോഷമാണ്. आप में से कई भाई बहने हैप्पी विलेज भी आए थे भट्टी करने, तो सबको अच्छा लगा। നിങ്ങളിൽ കുറച്ചു പേരൊക്കെ ഹാപ്പി വില്ലേജ് ചെന്നൈ ഭട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? അവിടെ എല്ലാവർക്കും വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? बाबा ने सबको बहुत अच्छा अनुभव कराया। ബാബ വന്നവർക്ക് എല്ലാവർക്കും നല്ല അനുഭവങ്ങള് ചെയ്യിപ്പിച്ചു. आप सभी ने कल की बाबा की मुरली सुनी होगी। ഇന്നലത്തെ മുരളി കേട്ടില്ലേ? ഞായറാഴ്ച ഇന്നലത്തെ മുരളി കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. एक बार सुनी या 2 बार पढ़ी? क्या किया? എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം പഠിച്ചു. എന്താ ചെയ്തത്? കേൾക്കുക മാത്രമാണോ അതോ പഠിക്കുകയും ചെയ്തോ? हाँ, अभी के समय में है ना, देखो चारों तरफ दुनिया का वातावरण बहुत बहुत विनाश की और टेंशन से भरा हुआ, अकाले मृत्यु चारों तरफ। ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പം നാനാഭാഗത്തും വിനാശത്തിന്റെ കാര്യങ്ങളാണ്. പിന്നെ നാനാഭാഗത്തും മാനസിക പിരിമുറുക്കങ്ങളാണ്. പിന്നെ അകാല മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. आप सभी न्यूज देखते? ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ. हाँ, हमें अपनी सेफ्टी का पहले ध्यान रखना है। ആദ്യം നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധ കൊടുക്കണം. अभी जैसे अभी सपोज पेट्रोल डीजल प्राइस इंक्रीज हो गया तो वो सबको इफेक्ट करेगा। ठीक, ऐसे दुनिया में जो छोटी छोटी बातें होती है वो हमारे लौकिक लाइफ ग्रामीण जीवन को भी इफेक्ट करती है। നോക്കൂ, പെട്രോൾ, ഡീസൽ ഇതുപോലെ പൊതുസ്ഥാനങ്ങൾക്ക്, പൊതുവായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടുകയാണെങ്കിൽ അത് എല്ലാരെയും ബാധിക്കും. പക്ഷെ ബ്രാഹ്മണ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം നമ്മളെ ബാധിക്കും. ചെറിയ ചെറിയ വിഷയങ്ങൾ. इसमें खास जो टेंशन, डर है, कब क्या होगा मालूम नहीं। नेक्स्ट सुनामी कहाँ आएगी, नेक्स्ट अर्थक्वेक कहाँ आएगा, इंडिया में आएगा, केरला में आएगा, अडूर में आएगा, चेन्नई में आएगा, नो आइडिया। നോക്കൂ, ഭയം, ടെൻഷൻ. കാരണം സുനാമിയുടെ പുറകെ സുനാമി, അടുത്ത സുനാമി എവിടെ വരും അറിയില്ല. ഇന്ത്യയിൽ വരുമോ, കേരളത്തിൽ വരുമോ, എവിടെ അടൂര് വരുമോ, ചെന്നൈയിൽ വരുമോ, എവിടെ വരുമോ അടുത്ത സുനാമി എന്ന് അറിയില്ല. ऐसा संकल्प आता है हमको? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനത്തെ സങ്കല്പം വരുന്നുണ്ടോ? नहीं आता है। ड्रामा में जो होगा अच्छा होगा, जो ड्रामा में है वो होगा। ഡ്രാമയിൽ, ഈ സൃഷ്ടി നാടകത്തിലെ ഡ്രാമയില് എന്ത് നടക്കുന്നോ നല്ലതിനെ നടക്കുള്ളൂ. അതിൽ എന്താണോ ഉള്ളത് അതേ നടക്കുള്ളൂ. हमें इस बात का अटेंशन देना है, हम अपने को तैयार करें। നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യത്തിലാണ്, ഞാൻ എന്നെ തയ്യാറാക്കണം. जैसे कल की मुरली में बाबा ने बहुत अच्छी तरह से अव्यक्त मुरली में, हर अव्यक्त मुरली में, रोज की साकार मुरली में बाबा बहुत धारणाओं पर अटेंशन दिला रहे हैं. ഞായറാഴ്ചകളിൽ വായിക്കുന്ന അവ്യക്ത മുരളിയുണ്ട്.
എല്ലാ അവ്യക്തമുള്ള അത് ഇന്നലത്തെയിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ബാബ അതിനകത്ത് പറയുന്നുണ്ട്. इसीलिए मुरली भले हम ऑडियो मुरली सुने लेकिन सेंटर पर आके मुरली सुने, दैट इज द बेस्ट. നമ്മള് മുരളി കേൾക്കുന്നുണ്ട്, ഓഡിയോ മുരളി കേൾക്കാം, പക്ഷെ സെന്ററിൽ വന്ന് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. और मुरली की कॉपी सभी को मिलती है, सभी के पास है. എല്ലാവർക്കും മുരളി കിട്ടുന്നുണ്ടല്ലോ. तो रोज की मुरली हमें पढ़ना है. ദിവസം മുരളി പഠിക്കണം. लास्ट वीक में हमारी जो बड़ी यज्ञ की दीदियां हैं, मोहिनी दीदी, जयंती दीदी, हाँ, तो लास्ट वीक में मोहिनी दीदी ने एक क्लास में अपना अनुभव शेयर किया. നമ്മുടെ മുതിർന്ന ദീദിമാരുണ്ട്, മോഹിനി ദീദി ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണല്ലോ, പിന്നെ ജയന്തി ദീദി, അവരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് വീക്ക് ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. तो मैं ट्रैवलिंग में हूँ लेकिन मैं क्लासेस सुनती हूँ. तो उन्होंने एक बात शेयर किया कि रोज की मुरली में, साकार हो मुरली अव्यक्त हो, लेकिन जब मैं मुरली पढ़ती हूँ तो मैं ध्यान देती हूँ कि मुरली की हर पॉइंट में बाबा जो कहना चाहता है वो मेरी बुद्धि में अच्छी तरह रजिस्टर होनी चाहिए. ഞാന് യാത്ര ചെയ്യാണ്, പക്ഷെ എന്നാലും മുരളി കേൾക്കും. അപ്പൊ ഈ ദീദിമാര് അവരൊക്കെ ക്ലാസ് എടുക്കുന്നതില് ഞാൻ മനസ്സിലാക്കിയത്, നമ്മള് മുരളി കേൾക്കുന്നുണ്ട്, മുരളി പഠിക്കുന്നുണ്ട്, പക്ഷെ ബാബ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിൽ നമ്മുടെ ബുദ്ധിയില് പ്രിന്റ് ആവണം. तो उन्होंने बोला अभी एज चीफ ऑफ ब्रह्मा कुमारीज पहले भी सारे अमेरिका की रिस्पॉन्सिबिलिटी थी, तो सारे विश्व भर की कितनी सारी बातें सामने आएगी. तो कभी कभी मुरली पढ़ते समय अगर मेरा ध्यान दूसरे तरफ जाता है तो मैं दूसरी बार मुरली पढ़ती हूँ. ഇപ്പോഴത്തെ ചീഫാണ് നമ്മുടെ ബ്രഹ്മകുമാരി, ഇത്രയും വലിയ പ്രസ്ഥാനത്തിന്റെ ചീഫാണ്. നേരത്തെ അവർ അമേരിക്കയിലായിരുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത്, നമ്മള് മൗണ്ട് ആബുവിലുണ്ട്. അപ്പൊ ദീദി പറയുമായിരുന്നു, ഞാൻ മുരളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും പോയാൽ ഞാൻ വീണ്ടും മുരളി പഠിക്കും, വീണ്ടും ഞാൻ പഠിക്കും അത്. ഈ മോഹിനി ദീദി, ജയന്തി ദീദി सभी नियरली 65-70 years से बाबा के यज्ञ से जुड़े हुए हैं. മോഹിനി ദീദി, ജയന്തി ദീദി അവരെല്ലാവരും 60-65 വർഷങ്ങളായിട്ട് ഈ യജ്ഞവുമായിട്ട് കണക്റ്റഡ് ആണ്, അവര് ബന്ധമാണ്. तो भी आज इतना अटेंशन वो बाबा की मुरली पर देते हैं. എന്നിട്ടും ബാബയുടെ മുരളിയില് ഇത്രയും വർഷമായിട്ട് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്നാലും മുരളിയിൽ അത്രയ്ക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. तो इतना अटेंशन हमें भी देना चाहिए ना. അപ്പൊ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കണ്ടേ? हमारा अटेंशन है, थोड़ा ज्यादा अटेंशन देना. നമുക്ക് ശ്രദ്ധയുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. जैसे आज बाबा ने मुरली में कहा कि मैं कोई क्लास सुन रही थी या पता नहीं, तो हमें इतना योग बल जमा करना है कि सतयुग में हमारा सब राज्य, कारोबार, कर्म, इंद्रिया सब हमारे कंट्रोल में होंगे. मना योग बल से सब शांत शीतल होंगे. ഞാൻ ക്ലാസ് കേൾക്കുമായിരുന്നു. അപ്പം കേൾക്കാണോ വായിച്ചാണോ, കേൾക്കുമ്പം നമുക്ക് അത്രമാത്രം യോഗ ബലം വേണം, ആത്മാവിന് അത്രമാത്രം ബലം വേണം. സത്യുഗത്തിലെ നമ്മുടെ കാര്യവ്യവഹാരങ്ങള്, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം ശാന്തമായിരിക്കണം. അത്രയും നമ്മുടെ ഉള്ളിലെ യോഗബലം ആവശ്യമാണ്.
वो भी 21 बर्थ्स के लिए, 2500 years के लिए. അതും 21 ജന്മങ്ങൾക്കാണ് എടുക്കേണ്ടത്, 2500 വർഷങ്ങള്. तो इतना हमने जमा किया है. അത്രയും നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? हाँ. तो कब करेंगे? അപ്പൊ ഇനി എപ്പോ ചെയ്യാനാ? സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല. ഇനി എപ്പോ ചെയ്യും? അപ്പോ എപ്പോ ചെയ്യും? तो हम योग तो करते हैं और करेंगे. हाँ, और अभी तो शिव जयंती का प्रोजेक्ट भी, हाँ, उषा बेन सुना रही थी, आप सभी ने शुरू कर दिया. ओके, हम सभी तो बाद में शुरू करने वाले. सो वेरी गुड. हाँ, ഇപ്പൊ യോഗബലം ശേഖരിക്കണം. ശിവരാത്രിയുടെ പ്രോഗ്രാമിന് യോഗയുടെ പറഞ്ഞില്ല 1008 മണിക്കൂറിന്റെ. അപ്പൊ ഞങ്ങൾ ആരും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഉഷാബൻ തുടങ്ങി, ഇവിടെ നേരത്തെ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞങ്ങൾ നേരത്തെ തുടങ്ങി, കാരണം നമുക്ക് 1008 ഞാൻ പറഞ്ഞു ഇവനെ പോലെ 1008 hours जमा होना है तो पहले से शुरू करना है क्योंकि लोग तो थोड़ा है इसलिए. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു നല്ലത് നേരത്തെ തുടങ്ങി. അപ്പം 1008 മണിക്കൂറിന്റെ യോഗ ഉണ്ടല്ലോ നമുക്ക്. अच्छा है, बहुत अच्छी बात है. हमको जितना समय हम ज्यादा दे सके उतना हम योग बल जमा करें. लेकिन कल जैसे बाबा ने कहा, सेवा करते हैं, लेकिन सेवा करने से मैं संतुष्ट हूं, जिसके साथ सेवा कर रहे हैं वो संतुष्ट नहीं है, तो आपकी मार्क्स कम जमा होती है. നോക്കൂ, നിങ്ങൾ യോഗ ചെയ്ത് നല്ലത്. സമയം കിട്ടുമ്പോ എത്ര സമയം കിട്ടുന്നോ അത്രയും സമയം വന്ന് യോഗ ചെയ്യുന്ന വളരെ നല്ലത്. പക്ഷെ സേവ ചെയ്യുമ്പോൾ നിങ്ങൾ സംതൃപ്തരായിരിക്കണം. ആരുടെ സേവ ചെയ്യുന്നോ അവരും സംതൃപ്തരായിരിക്കണം. ആരുടെ കൂടെ സേവ ചെയ്യുന്നോ അവരും സംതൃപ്തരായിരിക്കണം. तो ऐसे योग बल के लिए भी हम सोचे, हमारा मन बुद्धि एकाग्र हो जावे. जैसे कल बाबा ने मुरली में सेकंड में लाइट हाउस का अभ्यास कराया. നമ്മുടെ മനസ്സും ബുദ്ധി ഏകാഗ്രമാകണം. ബാബ പറഞ്ഞില്ലേ സെക്കൻഡിൽ ലൈറ്റ് ഹൗസ് ആകണം. ലൈറ്റ് ഹൗസ് ആകണം. ലൈറ്റ് ഹൗസ് എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും മാർഗദർശനം. അതുപോലെ സെക്കൻഡിൽ ലൈറ്റ് ഹൗസ് ആകുന്ന കാര്യം ഇന്നലെ പറഞ്ഞായിരുന്നു ബാബ മുരളിയിൽ. तो ये सब हमको बहुत समय से करना है. इसीलिए बाबा अभी से हमको रेडी कर रहा है. ഇത് നമ്മൾ ദീർഘകാലം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തൊട്ടേ ചെയ്യാൻ ബാബ പറയുന്നത്. तो हम सभी रेडी है ना? എല്ലാരും റെഡിയാണോ? हाँ, रेडी है. तो हमें ब्राह्मण जीवन में चारों सब्जेक्ट में 100 मार्क्स लेना है. ബ്രാഹ്മണ ജീവിതത്തിൽ നമ്മൾ 4 സബ്ജക്റ്റിൽ 100 മാർക്ക് എടുക്കണം. लेना है नहीं लेना है? എടുക്കണോ വേണ്ടേ 100 മാർക്ക്? हाँ, लेना है. ओके, अभी के पुरुषार्थ अनुसार हमको कितना मार्क्स मिलेगा? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥം അനുസരിച്ച് എത്ര മാർക്ക് കിട്ടും? देखो, और कुछ नहीं. कल yesterday की अव्यक्त मुरली में बाबा ने धारणा स्वरूप एक एक गुण आपके चेहरे पर, आपकी धारणा में होना चाहिए. बाबा ने चारों सब्जेक्ट की गहराई हमको सुनाई है. ഇന്നലത്തെ മുരളിയിലുണ്ടായിരുന്ന എത്ര മാർക്ക് കിട്ടും? ഇന്നലെ വരെ ഉള്ളത് നോക്കൂ നിങ്ങള്. 4 സബ്ജക്റ്റ് നമുക്ക് ഇന്നലെ പറഞ്ഞു. ഇന്നലത്തെ മുരളിയിലുണ്ടായിരുന്ന 4 സബ്ജക്റ്റിന്റെയും ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മുരളിയിൽ. तो उस अनुसार आप देखो मुझे कितना मार्क्स मिलेगा. അത് അനുസരിച്ച് നിങ്ങൾ നോക്കൂ എത്ര മാർക്ക് എനിക്ക് കിട്ടുന്നു നോക്കൂ. आज आज अभी ഇപ്പൊ നോക്കാൻ ഇപ്പൊ ഈ സമയത്ത് എത്ര മാർക്ക് കിട്ടും? हाँ, तो बाकी जो पुरुषार्थ करना है तो फास्ट करना है. അതുകൊണ്ട് ഇനി നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പുരുഷാർത്ഥം ചെയ്യണം. ഇനി उसके लिए हमें हमारी आदरणीय दादियों को फॉलो करना है. അതിനുവേണ്ടി നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ബഹുമാനപ്പെട്ട ദാദിമാരെ ഫോളോ ചെയ്യാം. आप सभी ने आप में से किसने प्रकाशमणि दादी को देखा है? ഇവിടെ ഇരിക്കുന്നതിൽ ആരൊക്കെ പ്രകാശ്മണി ദാദിയെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കൈപൊക്കിക്കേ. പ്രകാശ്മണി ദാദിയെ കണ്ടവര്
तो अगस्त मास में विशेष प्रकाश मणि दादी की 17th एनिवर्सरी 25th अगस्त को है. 17ാമത്തെ വർഷമാണ് ദാദിയുടെ 25 ഓഗസ്റ്റിന്. तो दादी की विशेषताएं हमको मधुबन से आई है. हाँ, हम सभी भी रोज मुरली के बाद सुनते होंगे. ദാദിയുടെ വിശേഷതകൾ വരുന്നുണ്ട്. മുരളിക്ക് ശേഷം ആ വിശേഷതകളും വായിക്കുന്നുണ്ട്. तो हम जब शांतिवन जाते हैं तो प्रकाश स्तंभ देखते हैं. ശാന്തിവനത്തിൽ പോകുമ്പോൾ പ്രകാശസ്തംഭം കാണാറുണ്ടല്ലോ നമ്മൾ അവിടെ. एक्चुअली दादी का रोल बहुत बड़ा है यज्ञ में. ഈ യജ്ഞത്തില് ദാദിയുടെ റോള് വളരെ വലിയ റോളാണ് ദാദിയുടെ. दादी जी के बारे में और जुलाई मास में हमारी दीदी मनमोहिनी के बारे में भी एनिमेशन मूवी भी है. അവരെ കുറിച്ചൊക്കെ ആനിമേഷൻ മൂവി ഉണ്ട്. പ്രകാശ് മണി ദാദി, പിന്നെ ദീദിയെ കുറിച്ച്, മൻമോഹിനി ദീദിയെ കുറിച്ച്. ബ്രഹ്മബാബ പോയ ശേഷം ഇവര് രണ്ടുപേരുമാണ് യജ്ഞത്തിനെ മുന്നേ കൊണ്ടു നടന്നത്. അപ്പൊ ഇവര് രണ്ടുപേരുടെയും ആനിമേഷൻ മൂവിയും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണണേ. അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണം, ദീദിയുടെ അയച്ചു തന്നിട്ടുണ്ട്. हाँ, आप अपने मोबाइल में ही देख सकते हैं या अपने घर में भी कंप्यूटर में देख सकते हैं. कभी सेंटर पर सभी आएंगे तो यहाँ सेंटर पर भी दिखा सकते हैं. നിങ്ങളുടെ മൊബൈലിൽ കാണാം, നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും. സെന്ററിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം എല്ലാരും ഉള്ളപ്പം നമ്മളെ ടിവിയിൽ ഇട്ട് കാണിക്കാം. क्योंकि ब्रह्मा बाबा की और दादियों की विशेषता से हमको क्या प्रेरणा लेनी है कि हमें भी ऐसा बनना है. ഇതൊക്കെ എന്തിനാ കാണുന്നതെന്ന് വെച്ചാല് അവരുടെ വിശേഷതകൾ കാണുമ്പം നമുക്ക് അതിൽ നിന്നും ചില പ്രേരണകൾ കിട്ടും. അപ്പൊ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാലോ, അതിനു വേണ്ടിയാണ്. हमको भी सतयुग में हम सभी राजा रानी बनेंगे ना. സത്യത്തിൽ എല്ലാരും രാജാറാണി ആവില്ലേ? सभी रॉयल फैमिली में आएंगे. എല്ലാരും റോയൽ ഫാമിലി വരും. हाँ, आएंगे. വരുമല്ലേ റോയൽ ഫാമിലി? അത് ഡൗട്ട് ഉണ്ടോ? हाँ, വരും. तो रॉयल फैमिली में आएंगे तो हमारी दीदियों दादियों जैसा हम बनेंगे, तभी तो उनके साथ रॉयल फैमिली में आएंगे ना. നമ്മൾ അവരിൽ നിന്നും പ്രേരണ എടുത്തിട്ട് അത് നമ്മുടെ ജീവിതമാകുമ്പം നമ്മൾ അവരെ പോലെ ആകുമല്ലോ. അപ്പൊ നമ്മൾ അവരുടെ കൂടെ റോയൽ ഫാമിലിയിൽ വരാൻ പറ്റും. तो मेरा बहुत बड़ा सौभाग्य है, मैं दादी जी के बहुत समीप रही हूँ और दादी जी ने मेरे ब्राह्मण जीवन का जो भी डिसीजंस है प्रकाश मणि दादी ने लिया है. ഞാൻ വളരെ സൗഭാഗ്യശാലിയാണ്. എനിക്ക് ദാദിജിയുമായിട്ട് വളരെ സമീപ സംബന്ധം ഉണ്ടായിരുന്നു. ബാബയുടെ കുട്ടിയായിട്ട് എന്റെ ജീവിതത്തിലെ ഓരോ തീരുമാനം എടുക്കുന്നതിന് ദാദിയുടെ ഒരു തീരുമാനത്തിന് ദാദിയും കൂടി ഉണ്ടായിരുന്നു. ഓരോ തീരുമാനം ദാദി പറഞ്ഞതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. एक्चुअली दादी को हम कहेंगे बहुत बहुत पावरफुल. വളരെ വളരെ ശക്തിശാലിയാണ് ദാദി. अभी मैं जस्ट आपको एक दो एग्जाम्पल सुनाती हूँ. अभी आप विजुअलाइज कीजिए. ओके, ഒന്ന് രണ്ട് ഉദാഹരണം പറയും, നിങ്ങൾ അത് മനക്കണ്ണിൽ കാണണേ. फिर देखो 18th जनवरी को 69 में जब ब्रह्मा बाबा अव्यक्त हुए तो उस समय पर दादी प्रकाश मणि एक ग्रुप के साथ मधुबन गई थी. तो उनका जाने का रिटर्न आने का सब प्रोग्राम फिक्स था. നോക്കൂ, ഒരിക്കൽ 18 ജനുവരി 1969 പ്രകാശ് മണി നാദി ഒരു ഗ്രൂപ്പുമായിട്ട് മധുബനി പോയി. അപ്പം പോകാനുള്ള ടിക്കറ്റ്, വരാനുള്ള ടിക്കറ്റ്, അവിടെ താമസിക്കാനുള്ളത് എല്ലാ പ്രോഗ്രാമും ഫിക്സ് ആയി. അങ്ങനെയാണല്ലോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടല്ലേ പോകുന്നത്. അവിടെ എത്ര ദിവസം നിൽക്കണം, എല്ലാം പ്രീ പ്ലാൻ ആയിട്ടാണ് അവിടെ എത്തിയത്. अचानक वो गई, तब ब्रह्मा बाबा ने 2 दिन पहले उनको बोला कि तुम मधुबन में रह जाओ, 2-3 दिन रहो, बाद में जाना. तो दादी ने तुरंत हाँ कर दिया. ദാദിയോട് ബാബ പറഞ്ഞു, നീ ഇനി ഇവിടെ 2-3 ദിവസം നിൽക്കണം,
പിന്നെ പോയാ മതി എന്ന് ബ്രഹ്മബാബ പറഞ്ഞു ദാദിയോട്. ദാദി ഉടനെ ശരിയെന്ന് പറഞ്ഞു. എനിക്ക് ടിക്കറ്റ് ഞാൻ എടുത്തു, ഇവരെയൊക്കെ ആര് കൊണ്ടുപോകും, ഞാൻ എന്ത് ചെയ്യും, ഒന്നുമില്ല, ഹാൻജി ശരി ബാബ എന്ന് പറഞ്ഞു. फिर मुझे अकेला जाना पड़ेगा, फिर क्या होगा, तो ऐसा नो क्वेश्चंस. പിന്നെ ഞാൻ ഇവരെല്ലാം വിട്ടിട്ട് 2-3 ദിവസം കഴിയുമ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും, ഒറ്റയ്ക്ക് പോകുമ്പോ എന്താകും, ഒരു ചോദ്യവും ബാബയോട് ചോദിച്ചില്ല, പറഞ്ഞില്ല. तो हांजी करने का ये स्वभाव अभी 1954 में जापान की तरफ से ब्रह्मा बाबा को इनविटेशन आया कि कोई भी 2 बहनों को आप भेजिए, जापान में हम ब्रह्मा कुमारीज का सेवा ऑर्गेनाइज करना चाहते. 1954 ബ്രഹ്മ ബാബയ്ക്ക് ഒരു കത്ത് വന്നു. 2 സഹോദരിമാരെ അയക്കണം, ആരെങ്കിലും 2 പേരെ അയക്കൂ, ജപ്പാനില് സേവ തുടങ്ങാനാണ് എന്നും പറഞ്ഞു. तो बाबा ने किसको भेजा? प्रकाशमणि दादी और रतन मोहिनी दादी. രത്തൻ മോഹിനി ദാദി, പിയുടെ ശരീരം വിട്ടില്ലേ, രത്തൻ മോഹിനി ദാദിയെയും പ്രകാശ്മണി ദാദിയെയും 2 പേരെയാണ് അയച്ചത് ബാബ. तो प्रकाशमणि दादी ने तुरंत हाँ बोला, मुझे इंग्लिश नहीं आती है, हम वहां जाकर कहाँ रहेंगे, वहां क्या करना, बाबा मेरे को मन नहीं है जाने का, मेरे में हिम्मत नहीं है, ऐसा नहीं बोला. बाबा ने जो बोला हाँ जी किया. പ്രകാശ്മണി ദാദി ഉടനെ ഹാൻജി എന്ന് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവിടെ പോയി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പോകാനുള്ളൊരു മനസ്സില്ല ഇപ്പോ, ഞാൻ അവിടെ പോയിട്ട് എന്താണ് അവിടെ, ഇതൊന്നും ചോദിച്ചില്ലെന്ന്. ബാബ പോണെന്ന് പറഞ്ഞ ഉടനെ ഹാൻജി ബാബ എന്ന് പറഞ്ഞു. 3 months के लिए गए थे, फिर वो एक्सटेंड करके 1 year जापान, हांगकांग, सिंगापुर की सेवा का बीज दादी जी के द्वारा डाला गया. പറഞ്ഞത് 3 മാസത്തിനാ, പക്ഷെ 1 വർഷം അവിടെ നിൽക്കേണ്ടി വന്നു. ജപ്പാനില്, ഹോങ്കോങ്ങില്, സിംഗപ്പൂരില് അവിടെ പോയി സേവനത്തിന്റെ ബീജം ഇട്ടിട്ട് വന്നു. वहां हमको क्या भोजन मिलेगा, क्योंकि 1954 में अभी तो सुपरमार्केट्स हर जगह खुल गए, सब कुछ मिलेगा. 1954 में हमको वहां क्या भोजन मिलेगा, हम क्या करेंगे बाबा, कोई थॉट नहीं. बाबा ने बोला हाँ जी. അവിടെ പോയി ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കും, ഇപ്പോഴാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പോയി നമ്മൾ മേടിച്ചു വന്നു. പക്ഷെ 1954 ഒന്ന് ചിന്തിച്ചു നോക്കൂ, അവിടെ പോയി എന്തായിരിക്കും ഭക്ഷണം, അവിടെ പോയി എങ്ങനെയായിരിക്കും, ഒരു ചോദ്യവും ചോദിച്ചില്ല, ഭാഷ അറിയില്ല, ഒന്നും പറഞ്ഞില്ല. ബാബ പറഞ്ഞു, പോയി, ഹാൻജി, അത്രേ ഉള്ളൂ. तो ये भी एक क्वालिटी बाबा ने शुरू से लेकर, जो बाबा ने अपना प्रॉपर्टी 8 बहनों का ट्रस्ट बना करके दिया, उसमें भी प्रकाशमणि दादी, दीदी मनमोहिनी, मम्मा, इन सब का नाम था. तो बाबा के पास तो 400 दादियां थी, उसमें से बाबा ने एक एक का क्वालिटी रिकॉग्नाइज करके उनको उस तरीके से जिम्मेवारी दिया. ബാബ തന്റെ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് 8 പേരുടെ പേരിൽ എഴുതി. അതില് ഒന്ന് പ്രകാശ്മണി ദാദി ഉണ്ടായിരുന്നു, മൻമോഹിനി ദീദി, മമ്മ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ബാബയുടെ അടുത്ത് ഏകദേശം 400 ദാദിമാരുണ്ടായിരുന്നു, 400 പേരുള്ള സഹോദരിമാരുണ്ടായിരുന്നു. ബാബ ഓരോരുത്തരുടെയും ക്വാളിറ്റി അറിഞ്ഞു, ബാബ ഓരോരുത്തരുടെയും വിശേഷതകൾ അറിഞ്ഞ് അവരെ ആ രീതിയിൽ ബാബ സേവനത്തിന് വേണ്ടി അവർക്ക് ഉള്ള ഭാഗ്യം കൊടുത്തു. फिर तो हम सभी को मालूम है 18 जनवरी बाबा अव्यक्त होने के बाद दादी जी को और दीदी जी को यज्ञ की पूरी जिम्मेवारी दी. 1969 18 ജനുവരിയുടെ അന്ന് ബാബ അവ്യക്തായപ്പം മുഴുവൻ ഉത്തരവാദിത്വവും കൊടുത്തത് मनमोहिनी दीदी, प्रकाशमणि दादी. और दादी जी तमिलनाडु में बहुत बार आई है, चेन्नई में भी आए हैं, चेन्नई, मदुरई, कोयम्बतूर,
त्रिवेंद्रम में भी आए हैं। हाँ, ऐसे पूरे भारत में जो भी मेन स्थान है सभी जगह दादी जी ने ट्रैवल किया है। ദാദിജി പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട് ദാദി. പിന്നെ നോക്കിയാൽ ചെന്നൈയിൽ വന്നിട്ടുണ്ട്, കോയമ്പത്തൂര് വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലും ദാദിജി വന്നിട്ടുണ്ട് സേവനാർത്ഥം. ലോകം മുഴുവനും ദാദിജി സേവനാർത്ഥം പോയിട്ടുണ്ട്. एक्चुअली मैं बचपन से ज्ञान में हूँ, तो जब भी मधुबन जाती थी तो दादी से मिलती थी, बहुत प्यार से दादी मिलती थी। और छोटे बच्चों को क्या होता है, अच्छी तरह खिलाएगी पिलाएगी, गिफ्ट देगी, ऐसे हंस हंस के दादी हमेशा पालना देती थी। ഞാൻ ചെറുപ്പം മുതലേ ജ്ഞാനത്തിലുണ്ട്. മധുബനി പോകുമ്പോ ദാദി ഉള്ളപ്പോ ദാദി കുട്ടികൾക്ക് എന്താ ആവശ്യമുള്ളത്, നല്ലപോലെ കഴിക്കണം, കുടിക്കണം, കളി ചിരി തമാശകള്. അപ്പൊ ദാദി അതുപോലെ നല്ല ഭക്ഷണം കൊടുത്ത് നല്ല സ്നേഹത്തോടെ സംസാരിച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നല്ല പാലന കൊടുത്തിട്ടുണ്ട് ദാദി. जब मैं कॉलेज में पढ़ रही थी बॉम्बे में, गामदेवी सेंटर पे जाती थी, तो मैंने संकल्प किया कि मैं बीकॉम पूरा करके बाबा के यज्ञ में समर्पण होकर के सेवा करूंगी. സങ്കല്പിച്ചു ഞാന് ബികോം പൂർത്തിയാക്കിയിട്ട് ബാബയുടെ യജ്ഞത്തിൽ സമർപ്പണമാകണം. ബോംബെയിലാണ് കോളേജ് പഠിച്ചത്. അപ്പൊ അവിടെ ഒരു ഏരിയ ഗാംദേവി എന്ന് പറഞ്ഞ അവിടുത്തെ സെന്ററിലാണ് പോയിക്കൊണ്ടിരുന്നത്. So दादी जी है ना, गामदेवी सेंटर में एवरी 2 months आती थी, क्योंकि तब डायरेक्ट ट्रेन फ्लाइट्स कुछ भी नहीं था. तो जहां भी जाना है तो मधुबन से बॉम्बे, बॉम्बे से दूसरी ट्रेन में, दूसरे फ्लाइट में दूसरी जगह जाना है. അപ്പൊ ദാദി എല്ലാ 2 മാസം കൂടുമ്പോഴും അവിടുത്തെ സെന്ററിൽ വരും. കാരണം എവിടെ പോണെങ്കിലും അവിടുന്ന് വേണം പോകാനായിട്ട്. ബോംബെ വന്നിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനാണോ ഫ്ലൈറ്റ് ആണോ അവിടെ നിന്നാണ് പിന്നെ പോകുന്നത്. कि उस समय मुझे बंधन था घर से, तो दादी जी ने मुझे कहा कि तुम 2 वर्ष और पढ़ाई करो, उसके बाद बाबा के पास आना. പിന്നെ എനിക്ക് ബന്ധനം ഉണ്ടായിരുന്നു വീട്ടില്. അച്ഛൻ വിടത്തില്ലായിരുന്നു. അച്ഛനാണ് ബന്ധനം. ഒരു മോളെ ഉള്ളു, ഒറ്റൊരു മോളെ ഉള്ളു. അപ്പൊ ആ അച്ഛൻ വിടില്ല. അപ്പൊ ദാദി പറഞ്ഞു 2 വർഷവും കൂടി പഠിക്ക്, എന്നിട്ട് പിന്നെ സമർപ്പണം ആകാന്ന് ദാദി പറഞ്ഞു. तो मैंने तो हाँ बोल दिया. ओके, जो दादी बोले, जो दीदी बोले, सब हाँ. ദാദി പറഞ്ഞാലും ദീദി പറഞ്ഞാലും ഹാന്നേ പറയുള്ളൂ എല്ലാറ്റിനും. फिर उसके बाद फिर दादी ने मुझे बोला तुम 2 वर्ष नौकरी करो, जिसके लिए मैं रेडी नहीं थी, क्योंकि बाबा मुरली में कहता है कन्याओं को नौकरी नहीं करनी चाहिए, कन्याओं को यज्ञ में समर्पण होकर के सेवा करना चाहिए. लेकिन दादी जी ने मुझे कहा तुम नौकरी करो, इसीलिए मैंने किया. പിന്നെ ദാദി പറഞ്ഞു 2 വർഷം ജോലിക്ക് പോകാൻ. നമ്മുടെ യജ്ഞത്തിലെ പെൺകുട്ടികളെ ജോലിക്ക് പോകണ്ടെന്നാണ് ബാബ പറയുന്നത്. കേട്ടിട്ടില്ലേ മുരളിയിലെ നൗക്കറി ടോക്കറി എന്നാ പറയുന്നത്. കന്യകമാര് ജോലിക്ക് പോകുക എന്ന് വെച്ചാൽ തലയിൽ കൊട്ട ഭാരം എടുത്ത് വെക്കുക എന്നാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ ജോലിക്ക് പോകണ്ട. പെൺകുട്ടികൾ എന്താ ചെയ്യേണ്ടത്? യജ്ഞത്തിൽ സമർപ്പണമാകാനാണ് ബാബ പറയാറുള്ളത്. ജോലിക്ക് പോകണ്ട, സമർപ്പണമാകാൻ പറയാം. എനിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല, പക്ഷെ ദാദി പറഞ്ഞത് കൊണ്ട് ഞാൻ പോയി. उसके बाद 1985 में जब पदयात्रा में मुझे जाने का संकल्प था, तो दादी जी ने मुझे पूरा सपोर्ट किया. പിന്നെ 1985 ഒരു പദയാത്ര ഉണ്ടായിരുന്നു. കന്യാകുമാരി മുതൽ ഡൽഹി വരെ ഉള്ള ഒരു പദയാത്ര. അപ്പം ആ പദയാത്രയില് ആ പദയാത്രയില് നേതൃത്വത്തിന് വേണ്ടിയിട്ട് ദാദി വിട്ടു. फिर मेरे को जब यज्ञ में समर्पण होना था, तो दादी जी ने मुझे चेन्नई सेवाओं में भेजा. സമർപ്പണം ആകണം എന്ന് പറഞ്ഞപ്പോ ദാദിജി എന്ത് പറഞ്ഞു? ചെന്നൈയില് സേവനത്തിന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ സേവനത്തിന് അയച്ചു. सो जो दादी ने कहा मना बाबा ने कहा, तो बाबा की दुआएं, बाबा की ब्लेसिंग्स, दादियों की ब्लेसिंग्स सब साथ में है. എന്താണോ ദാദി പറഞ്ഞത് അത് ബാബ പറഞ്ഞതുപോലെ ഞാൻ അതിനെ സ്വീകരിച്ചു.
അപ്പോ എനിക്ക് ബാബയുടെ ബ്ലെസ്സിങ്സും ഉണ്ട്, ദാദിമാരുടെ ബ്ലെസ്സിങ്സും ഉണ്ട്, എല്ലാവരുടെയും ബ്ലെസ്സിങ്സും ഉണ്ട്. मैं जब भी मधुबन जाती थी तो दादी बहुत प्यार से मुझे बुलाती थी, तुम ठीक हो, तुम मद्रास में ठीक हो, चेन्नई में ठीक हो, और मुझे बहुत अच्छे अच्छे वरदान दे करके भरपूर कर देती थी. എപ്പൊ ഞാൻ മധുബനിൽ പോയാലും ദാദിജി വളരെ സ്നേഹത്തോടെ എന്നെ വിളിച്ചിട്ട് ചെന്നൈയിലാണല്ലോ, ഓക്കെ ആണോ, സുഖമാണോ, എങ്ങനെയുണ്ട്, അങ്ങനെ അന്വേഷിക്കും. എന്നിട്ട് നല്ല നല്ല വരദാനങ്ങൾ തരും എനിക്ക്. सो ऐसे दादी ने हाँ बहुतों की पालना की है. हाँ, ऐसे कई समर्पित भाई बहने बाबा के यज्ञ में आपके जैसे माताएं भाई जो भी आते थे, सभी को दादी पर्सनली सभी का नाम याद रखती थी. ഇങ്ങനെ ദാദി ഒരുപാട് പേർക്ക് പാലന കൊടുത്തിട്ടുണ്ട്. നിറയെ സഹോദരിമാര്, സമർപ്പണമായവരെ, നിങ്ങളെ പോലെ അമ്മമാര്, ഭായിമാര്, എല്ലാവരെയും ദാദി പേര് സഹിതം ഓർമ്മിക്കുന്ന പറയുന്നത്. അതുപോലെ ആത്മീയമായ പാലന കൊടുത്ത് അവരുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി ദാദി അവിടെ മധുബനിലിരിക്കുമായിരുന്നു. तो ऐसे दादी जी आज भी हमारे साथ है. उनकी विशेषताएं हमारे को हम भी धारण करेंगे, ऐसा संकल्प हम सभी करेंगे ना. ഇന്നും ഈ ദാദിമാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ദാദിമാരുടെ വിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, എന്നിട്ട് അവരെ പോലെ ആകണം. അപ്പൊ ആ വിശേഷതകളൊക്കെ കൊണ്ടുവന്നവരെ പോലെ ആകുമല്ലോ, ആവുമല്ലോ. तभी तो हम सतयुग में उनके साथ रॉयल फैमिली में आएंगे ना. അപ്പോഴാണ് നമ്മള് സത്യയുഗത്തില് ഇവരെ പോലുള്ളവരുടെ റോയൽ ആയിട്ടുള്ള ഫാമിലീസിൽ വരിക. നമ്മള് എത്ര റോയൽ ആയിരുന്നു ദാദിമാരെല്ലാം. तो अभी इस वर्ष 25 अगस्त को मधुबन से ब्लड डोनेशन कैंप के लिए भी सब मधुबन से प्रेरणा आई है, तो उसमें भी हम सभी सेंटर्स में इसमें पूरा सहयोग देंगे. അപ്പൊ ദാദിയുടെ ആ സ്മൃതിയുടെ ദിവസമായിട്ട് മധുബനിന്ന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എല്ലാ സെന്ററുകളിലും ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 21, 22, 23, 24, 25 ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസം പറ്റുമെങ്കിലും ഓക്കെ, അല്ല 1-2 ദിവസമാണെങ്കിലും എങ്ങനെയെന്ന് വെച്ചാൽ അവരവരുടെ സൗകര്യാർത്ഥം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് മധുബനിയിൽ. और ये जो हम 1008 आवर्स का योगा और फिर शिव जयंती का स्पेशल प्रोग्राम कर रहे हैं, उसका लॉन्चिंग भी मधुबन में होगा. मोस्टली 24 अगस्त को होगा. अभी वहां जाकर के देखेंगे, लेकिन ऐसा एक प्रपोजल मधुबन से हमको समाचार मिला, तो मधुबन में तमिलनाडु जोन की तरफ से वहां लॉन्चिंग करेंगे, और फिर सभी सेंटर्स को क्या क्या करना है वो उस समय हम बताएंगे. ഇപ്പം 24 ഓഗസ്റ്റിന് 1008 മണിക്കൂറിന്റെ സെന്ററിൽ വന്നിരുന്ന് യോഗം ചെയ്യുന്നതിന്റെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മധുബനിയിൽ നിന്നുണ്ടാകും. എന്നിട്ട് ഓരോ സെന്ററിലുള്ള ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് അവിടുന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ തരും. ശിവജയന്തിക്കാണ് 2026 ഫെബ്രുവരി 16 ശിവജയന്തി വരുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. तो आपको सभी डिटेल्स, सभी और भी मीटिंग्स करेंगे, उसमें आप सभी को डिटेल्स दिया जाएगा. ഇനിയുള്ള മീറ്റിംഗില് ഇനിയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അത് നിങ്ങളെ അറിയിക്കും. सो आज बाबा से हम सभी दृढ़ संकल्प करेंगे. ओके, चारों सब्जेक्ट में कोई ना कोई बात से हम रोज आगे प्रोग्रेस करें, उसका हम दृढ़ संकल्प करेंगे. जैसे जस्ट सिंपल, मैं दिन में 2 बार जरूर मुरली पढ़ूंगी या सुनूंगी, ऐसा कोई ना कोई संकल्प आप कीजिए. നമ്മൾ ഇന്ന് മുതൽ ദൃഢസങ്കല്പം എടുക്കണം. 4 സബ്ജക്റ്റിലും നമ്മൾ പാസ്സാകണം. ജ്ഞാനം, യോഗം, ധാരണ, സേവനം. എത്ര തിരക്കാണെങ്കിലും പകല് നമ്മള് 2 പ്രാവശ്യമെങ്കിലും മുരളി കേൾക്കുക. 2 പ്രാവശ്യമെങ്കിലും ഓഡിയോ മുരളി അയക്കുന്നുണ്ട്, അത് കേൾക്കണം. അല്ലെങ്കിൽ കയ്യിൽ മുരളി ഉണ്ടെങ്കിൽ പഠിക്കണം. ഏതെങ്കിലുമൊക്കെ നമ്മളെ രീതിയിൽ സമയം കണ്ടെത്തി പഠിക്കുക. 4 സബ്ജക്റ്റിലും നമ്മൾ നല്ല മാർക്ക് എടുക്കണം എന്ന് ദൃഢസങ്കല്പം എടുക്കുക. तो बाबा के आगे ऐसा दृढ़ संकल्प करेंगे
कि फिर बाप दादा हमें राखी बांधेंगे। ഈ ദൃഢസങ്കല്പം ബാബയുടെ മുന്നിൽ നിങ്ങൾ എടുക്കണം. അപ്പൊ ബാബ നമ്മുടെ കയ്യില് രാഖി അണിയിക്കും. और इस समय जो चारों तरफ का सिचुएशन है उसमें बाबा ही हमारे लिए प्रोटेक्शन है, बाबा की याद. നാനാഭാഗത്ത് നടക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. ഇവിടെ നമ്മളെ സംരക്ഷിക്കുന്നത് ഒരേ ഒരു ബാബ മാത്രം. അത് അർത്ഥം നമ്മൾ ആ സ്മൃതിയിലിരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടും. ओम शांति. ഓം ശാന്തി. പേടിച്ചോളൂ, കുഴപ്പമില്ല. നമുക്ക് വേണ്ടി ഇത്രയും ദൂരെ നിന്ന് വന്നിട്ട് സിസ്റ്ററിന് റെസ്റ്റ് ഇല്ല. പല 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 ഭാഗത്ത്. കാരണം മധുബനിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവരോട് ചോദിക്കുക, ആ സെന്ററിൽ എങ്ങനെയുണ്ട്, ഈ സെന്ററിൽ എങ്ങനെയുണ്ട്, ആ സിസ്റ്റർ എങ്ങനെയുണ്ട്. അപ്പൊ എല്ലാം ഒന്ന് കാണണ്ടേ. കൂടെ കൂടെ വരാൻ പറ്റില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഓരോ സ്ഥിതിഗതികളെല്ലാം നോക്കി നമ്മളോട് കാര്യമൊക്കെ ചോദിച്ച് ഓരോന്നും അന്വേഷിച്ച് നമ്മൾ വിചാരിക്കും ഇവർക്ക് ആരുണ്ട് ചോദിക്കാനും പറഞ്ഞു, ഞങ്ങൾക്ക് ചോദിക്കാൻ പറയാനൊക്കെ ആളുണ്ട്. അപ്പൊ ചോദിക്കും. പൂച്ച്താച്ച് കർനെ വാല ഭി ഹേ ഹമാരെ ലിയേ. ऐसा नहीं है, कोई नहीं है, जो चाहिए सो करे. എന്തോ വേണം അങ്ങനെ ചെയ്യാ. നോ ऐसा അങ്ങനെയല്ല. ഇതൊരു ഡിവൈൻ ഫാമിലിയാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ സെന്റർ സിസ്റ്റർ വന്നിട്ട് വെറുതെ ഇരുന്നില്ല, എല്ലാം ഉണർന്നു നോക്കുമായിരുന്നു. കഴിഞ്ഞ വർഷത്തേന് ഈ വർഷത്തേന് എന്തൊക്കെയുണ്ട് വ്യത്യാസം. കഴിഞ്ഞ വർഷം വീട് പണിത് പുതിയത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഒന്നും നമ്മൾ സെറ്റ് ആയില്ലല്ലോ. ഈ വർഷം വന്ന് സിസ്റ്ററൊക്കെ നോക്കി ഇതെന്താ അതെന്താ അതെന്താ എല്ലാം അറിഞ്ഞ് എപ്പോഴും ഒരു ഗുഡ് വിഷസ് ഉണ്ട്. ഇത് ഏറ്റവും കുഞ്ഞു സബ്സെ ലാസ്റ്റ് സെന്റർ ബച്ചാ ഹെ. അപ്പൊ അവേശ ഉസ്കലാട്ടിയാർ എപ്പോഴും സ്നേഹമുണ്ട്. നമ്മുടെ സെന്ററിനോട് എപ്പോഴും ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്, ഗുഡ് വിഷസ് ഉണ്ട്, എപ്പോഴും നമ്മളോടുണ്ട്. അപ്പോ ആ ഒരു ഭാവനയോട് കൂടി സിസ്റ്റർ വന്ന് നമ്മുടെ ആ വൈബ്രേഷൻ നമുക്ക് തന്ന് അവരുടെ പാത എവിടെ പതിച്ച് നമുക്കെല്ലാം ദൃഷ്ടിയും തന്ന് വരദാനം ഒക്കെ തന്ന് സിസ്റ്റർ ഇത്രയും സംസാരിച്ചതിന് നമ്മൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും സിസ്റ്ററിന് ഒരു കൈ വീശി താങ്ക്സ് പറയാൻ നമ്മൾ. जीवन तुमने दिया है संभालोगे तुम, जीवन तुमने दिया है संभालोगे तुम. आशा हमें है, विश्वास है, हर मुश्किल से विधाता निकालोगे तुम. जीवन तुमने दिया है संभालोगे तुम. आशा हमें है, विश्वास है, हर मुश्किल से विधाता निकालोगे तुम. जीवन तुमने दिया है संभालोगे तुम.